നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീൽ രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടാണ് അവരുടെ എതിരാളികൾ. വരുന്ന ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. അതിനുശേഷം മറ്റൊരു കരുത്തരായ സ്പെയിനിനെ ബ്രസീൽ നേരിടും. മാർച്ച് 27 രാത്രി 2 മണിക്കാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് നേരത്തെ തന്നെ പരിശീലകൻ പ്രഖ്യാപിച്ചിരുന്നു. ഗോൾ കീപ്പർമാരായ ആലിസൺ, എഡേഴ്സൺ എന്നിവർ ഇപ്പോൾ ഈ ഒരു ടീമിൽ നിന്നും പുറത്തായിട്ടുണ്ട്. പരിക്ക് കാരണമാണ് ഈ രണ്ട് ഗോൾ കീപ്പർമാർക്കും ഇപ്പോൾ ഇത് നഷ്ടമാകുന്നത്, ഈ മത്സരങ്ങൾ നഷ്ടമാകുന്നത്. അത്ലറ്റിക്കോ പാരനൈൻസിന്റെ ഗോൾ കീപ്പറായ ബെൻഡോ, സാവോ പോളോയുടെ ഗോൾ കീപ്പറായ റഫേൽ, അതുപോലെ തന്നെ വാസ്കോയുടെ ഗോൾ കീപ്പറായ ലിയോ ജാർഡിം എന്നിവരാണ് ഇപ്പോൾ ബ്രസീലിന്റെ സ്ക്വാഡിൽ ഇടം നേടിയിട്ടുള്ള 3 ഗോൾ കീപ്പർമാർ. ഇവരുടെ പ്രത്യേകത എന്തെന്നാൽ ഈ 3 പേരും പുതുമുഖങ്ങളാണ്. ബ്രസീലിന് വേണ്ടി ആര് ഗോൾ വല കാത്താലും അത് പുതിയ ഒരു ഗോൾ കീപ്പറുടെ അരങ്ങേറ്റമായിരിക്കും. ദീർഘകാലത്തിന് ശേഷമാണ് ബ്രസീൽ ദേശീയ ടീമിന് വേണ്ടി ഇപ്പോൾ ഒരു ഗോൾ കീപ്പർ അരങ്ങേറാനിരിക്കുന്നത്. 62 മത്സരങ്ങൾക്ക് ശേഷം, അഥവാ 2020 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ബ്രസീലിൽ ഒരു പുതിയ ഗോൾ കീപ്പർ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത്. 2018 മുതൽ ഇതുവരെ ആലിസൺ, എഡേഴ്സൺ, വെവേർട്ടൺ എന്നിവർ മാത്രമായിരുന്നു ബ്രസീലിന്റെ ഗോൾ വലയം കാത്തിരുന്നത്. 5.5 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഇപ്പോൾ ബ്രസീലിന് പുതിയ ഗോൾ കീപ്പർമാർ വരുന്നത്. എന്നാൽ ഈ 3 താരങ്ങളിൽ ആരായിരിക്കും അരങ്ങേറ്റം കുറിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ പരിശീലകൻ തീരുമാനമെടുത്തിട്ടില്ല. 2018 ഏറ്റവും ഒടുവിൽ ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ഗോൾ കീപ്പർ അത് നെറ്റോയാണ്. അതിനുശേഷം ആലിസൺ 31 മത്സരങ്ങളിലും, എഡേഴ്സൺ 24 മത്സരങ്ങളിലും, വെവേർട്ടൺ 8 മത്സരങ്ങളിലും ഗോൾ വല കാത്തിട്ടുണ്ട്. ഏതായാലും ബ്രസീലിന്റെ ഗോൾ കീപ്പിംഗ് പരിശീലകനായ ടഫറേൽ ഈ 3 പേരിൽ ഒരാളെ സ്റ്റാർട്ടിംഗ് 11ലേക്ക് കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോഴുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.